ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു വ്ളോഗ് കുറച്ച് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഇതിൽ ചെറിയൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്, പിന്നെ ഒരു റെസിപ്പി ഷെയർ ചെയ്യാനുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക. കണ്ടിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സാറ്റർഡേ, സൺഡേ ഈ രണ്ട് ദിവസങ്ങളിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നുള്ളത്. നമ്മളിപ്പോൾ ഒരു ഉച്ച ടൈം ആവാറായിട്ടുണ്ടാവും. വീട്ടിലെ പണിയെല്ലാം ഒരുങ്ങിയിട്ട് അമ്മയുടെ സ്കൂൾ വരെ ഒന്ന് പോവാന്ന്. എന്താണെന്ന് വെച്ചാൽ ഒക്കെ യൂണിഫോം വാങ്ങാൻ ഒരു 2 ജോഡി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മഴയല്ലേ, അപ്പോൾ ഒരെണ്ണം കൂടി വാങ്ങാന്നുള്ള രീതിയിൽ അങ്ങനെ പോയി. തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ ഇരുട്ടിയിൽ തന്നെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് വലിയ സാധനങ്ങളൊന്നും വാങ്ങാനില്ല, മെയിനായിട്ട് ഹംദക്ക്. ഓൾക്കിപ്പോൾ അതിനെ മനസ്സിലെ സ്കൂളിൽ പോകാൻ ചെറിയ രീതിയിലുള്ള മടിയെല്ലാം ഉണ്ട്. അന്നേരം ഓളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലീവുള്ള ദിവസം മാർക്കറ്റിൽ പോയിട്ട് ഹംദക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിത്തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാക്ക് പറഞ്ഞാൽ പാലിച്ചു കൊടുക്കണ്ടേ, അങ്ങനെ കൂട്ടി വന്നതാണ് കേട്ടോ. ഇതിപ്പോൾ എല്ലാ ആഴ്ചയും ശീലമാവുമെന്ന് അറിയില്ല. എന്തായാലും എല്ലാ ആഴ്ചയും എനിക്ക് ടൗണിലേക്ക് വരേണ്ടി വരും. കൊണ്ടുപോകാനുള്ള ഫ്രൂട്ട്സും വെജിറ്റബിളും അങ്ങനെയെല്ലാം വാങ്ങാനായിട്ട്. അങ്ങനെ ഓരോ സാധനം നോക്കിയെടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് വീട്ടിലേക്ക് കുറച്ച് സോപ്പ് പൊടിയും അങ്ങനെ സംഭവങ്ങളെല്ലാം വാങ്ങാനുണ്ടായിരുന്നു, അത് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ സൗണ്ട് മാറിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. തൊണ്ടയ്ക്ക് തീരെ സുഖമില്ല, നല്ല തൊണ്ടവേദനയും എല്ലാം ആയിട്ടാ. അപ്പോൾ നിങ്ങളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാനിങ്ങനെ ഓരോന്ന് നോക്കിയിരുന്നതിൻ്റെ ഇടയ്ക്ക് ഇതാ ഈ ഒരു സംഭവം കാണുന്നേട്ടാ. കുറേ നാളായി വാങ്ങണം എന്ന് വിചാരിക്കുന്നത്. അന്നേരം ഇത് എവിടെയും കണ്ടില്ല, പിന്നെ അതങ്ങ് വിട്ടുപോയി. പിന്നെ ഓൺലൈനിൽ നിന്നെല്ലാം വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് നിന്നേനും. ഇത് ഓരോ ഷെൽഫായിട്ടുള്ള, ഇതിന് 3 ആയിട്ടുള്ളതും ഉണ്ട്, 4 ആയിട്ടുള്ളതും ഉണ്ട്. അതേതായാലും ഒന്ന് ഞാൻ എടുക്കുന്നുണ്ട്. നല്ല എനിക്ക് ഇപ്പോൾ അത്യാവശ്യമുള്ള കാര്യമാണ് കേട്ടോ. ഹംദൻ്റെ ഓരോ സാധനങ്ങളെല്ലാം വെക്കാനായിട്ട് ഈ 4 തട്ടായിട്ട് വരുന്നതും 3 തട്ടായിട്ട് വരുന്നതിൻ്റെ റേറ്റ് സെയിം ആണ് കേട്ടോ, മാറ്റമൊന്നുമില്ല. അപ്പം പിന്നെ ഞാൻ ഏതായാലും ഇങ്ങനെ 4 ആയിട്ടുള്ളത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കലാന്നേ. ഫ്രഷ് പീസാണ് കേട്ടോ എടുത്തിട്ടുള്ള. അവിടെ വെച്ചത് എടുത്തിട്ടില്ല, കാറിൽ സ്പേസ് ഒന്നുമില്ല വെക്കാൻ. നമ്മൾ കുറച്ച് സാധനമെല്ലാം വാങ്ങിയിട്ട് കൊണ്ടേനും. അങ്ങനെ ഇതൊന്നും ഞാൻ നോക്കുന്നതാണ്. ആദ്യം ഞാൻ വിചാരിച്ചത് ഇത് കിച്ചണിലേക്കെല്ലാം ആവശ്യമായിട്ടുള്ള സാധനമായിരിക്കും, ഇങ്ങനെ ഓരോന്ന് ഇട്ട് വെക്കാനെല്ലാം. ഇതിൻ്റെ ചെറുത് എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. ചെറിയ ചെറിയ സ്പൂണും സംഭവമെല്ലാം ഇട്ട് വെക്കാൻ പറ്റിയ പോലത്തെ ഹംദൻ്റെ ചെറിയ ചെറിയ സംഭവങ്ങളെല്ലാം ഉണ്ട്. നമ്മളെ ക്ലിപ്പും പിന്നെ ഈ പെൻസില്, പേന, അതെല്ലാം സ്കൂള് തുടങ്ങിയതുകൊണ്ട് തന്നെ ഇതെല്ലാം വളരെ അത്യാവശ്യമായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ഇട്ട് വെക്കാൻ. പിന്നെയാണെങ്കിൽ അലമാരയിൽ ഇതെല്ലാം വെച്ചിട്ട് ഫുള്ളായിട്ടുള്ള ഷെൽഫ്. അപ്പോൾ അങ്ങനെ ഒരു സാധനം കൂടി ഉണ്ടെങ്കിൽ ഇതിലും കുറച്ച് സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ വെക്കാമല്ലോ. റൂമിൽ തന്നെ വെക്കണമെന്നില്ല, എവിടെയായാലും വെക്കാം. അങ്ങനെ അങ്ങനെ ഫൈനലി ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വലിയ പണിയൊന്നുമില്ല, നോക്കുമ്പോൾ എല്ലാം ഓക്കെയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് ഇനി എന്തിനാ ഉള്ളതെന്ന് ഇങ്ങനെ ചിന്തിക്കുന്നു. എല്ലാം സെറ്റായിന്, ഇനി എന്തിനാ ഉള്ളതെന്ന് ആദ്യം എനിക്ക് പിടിയിട്ടിട്ടില്ലേനു കേട്ടോ. പിന്നെ മനസ്സിലായേ ഇതിൻ്റെ താഴിലില്ലേ അവിടെ ഫിറ്റാക്കാൻ പറ്റിയ കുറച്ചും കൂടി ഹൈറ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണേ.
അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇനി ഞാനതിൽ കൊണ്ടുപോയി വെക്കലാണ് കേട്ടോ. ഇനിയിപ്പോൾ അലമാര ഫുള്ള് കാലിയായിട്ടുണ്ടാവും, അത് നിറഞ്ഞിട്ടും ഉണ്ടാവും. എന്നാലും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഞാൻ ഓരോ സാധനം വെച്ച് നോക്കുമ്പോൾ തന്നെ അത് മനസ്സിലാകുന്നു, നല്ല സ്പേസ് ഉണ്ട്. പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്. എന്താ പറയുക, പെട്ടെന്ന് പൊട്ടിപ്പോകില്ലാത്ത രീതിയിൽ അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അങ്ങനെയാണേ. പിന്നെ റഷി പോയിട്ട് ഞാൻ റൂമൊന്നും വൃത്തിയാക്കിയിട്ടില്ല കേട്ടോ. ഫുള്ള് അലങ്കോലമായിട്ട് അങ്ങനെ കിടക്കലാണ്. ഒന്നാമത് ഞാൻ ഇപ്പോൾ താഴെ തന്നെയാണ്. ആരും ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഞാനും ഉമ്മയും മാത്രമാണെങ്കിൽ താഴെ തന്നെ ആയിരിക്കും. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മുകളിൽ റൂമിലേക്ക് വരും. അന്നേരം ഫുള്ള് ക്ലീനാക്കി നല്ല നീറ്റായിട്ട് വെക്കും കേട്ടോ. ഇപ്പോൾ ഇതിനകത്ത് ക്ലീനാക്കാനുണ്ട്. ഇന്ന് അത് ചെയ്യുന്നില്ല കേട്ടോ. ഇന്നതും കൂടി ചെയ്താൽ ഒന്നും നടക്കില്ല. അത് പിന്നെ ഒരു ദിവസം ആക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. തൽക്കാലത്തേക്ക് മാത്രം ഞാൻ അതിൽ സാധനം ഇങ്ങനെ വെച്ചിന് കേട്ടോ. പിന്നെ അത് ഒരുക്കിയിട്ട് ഒരുപാട് സാധനം വെക്കാൻ കുറേ സ്പേസ് ഉണ്ടല്ലോ. പിന്നെ അന്നത്തെ രീതിയിൽ ഓളും എന്തെല്ലോ എന്നെ കൊണ്ടേ നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ അന്ന് രാത്രിക്കാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഇത് ഹംദക്ക് ചെറിയൊരു വർക്ക് സ്കൂളിൽ ചെയ്ത് കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ അത് ചെയ്യില്ലാന്ന് രണ്ടുപേരും ഒന്നിച്ചിരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ച്. നമ്മൾ കയ്യിലുള്ള എന്ത് സാധനം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറിയ ബട്ടന്, മുത്ത്, ഈ പിസ്താഷ്യോ, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ പശ വെച്ച് ഒട്ടിച്ച് കൊടുക്കുക ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യലാന്ന് കേട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ ഈ പരിപാടികൾ ചെയ്യാൻ. ഈ ഓരോ വർക്കില്ലേ അതെല്ലാം ചെയ്യാൻ എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റാണ്. പിസ്തൻ്റെ തോട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബോട്ടിൽ വർക്കെല്ലാം ചെയ്യൂലേ, ബോട്ടിലെല്ലാം ഒട്ടിച്ചിട്ട്, അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ സാധനം ഞാൻ എടുത്തു വെക്കും, പക്ഷെ ചെയ്യൂല. അതങ്ങനെ വെച്ചെടുത്ത് തന്നെ ഉണ്ടാവും. അങ്ങനെ എടുത്ത് വെച്ചുകൊണ്ട് ഇപ്പോൾ ഉപകാരപ്പെട്ട് അങ്ങനെ ഇത് ഒട്ടിക്കുമ്പില്ലേ കാണുന്ന പോലെയല്ല, നല്ല പാടുണ്ട്. അതിൻ്റെ ആ തോട് അങ്ങനെ ശരിക്കും ഒട്ടി കിട്ടൂല നമുക്ക് പശ വെച്ചിട്ട്. പക്ഷെ രാവിലത്തേക്ക് സെറ്റായി കേട്ടോ. ഇത് പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ. ഹംദ സ്കൂളിലെല്ലാം പോയി കഴിഞ്ഞ് വീട്ടിലെ പണിയെല്ലാം ഒരുങ്ങിയതിന് ശേഷം നമ്മൾ മുറ്റത്ത് റംബൂട്ടാനായിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിങ്ങനെ ചിലത് യെല്ലോ കളറും ചിലതിങ്ങനെ ചുവന്ന് പഴുത്തിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ആയിട്ടില്ല എന്നേനു ആദ്യം വിചാരിച്ചേ. പിന്നെ ഈ വവ്വാലല്ലേ കടിച്ചിട്ട് അതിൻ്റെ തോടിങ്ങനെ ഇട്ടിട്ട് കണ്ടിട്ട് നമ്മൾ ഒന്നെടുത്ത് പറിച്ചിട്ട് കഴിച്ചു നോക്കി. നമുക്ക് നല്ല മധുരമുണ്ട്. അപ്പം പിന്നെ ഏതായാലും ഈ കളർ വന്നതെല്ലാം പറിച്ചിട്ട് ഇടാമെന്ന് വിചാരിച്ച്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ. നമ്മൾ മധുരം ഉണ്ടാവില്ല എന്ന് ആദ്യം വിചാരിച്ചേ. പക്ഷെ നല്ല മധുരം ഉണ്ടേനു. കൈ കൊണ്ട് എത്തുന്ന ദൂരത്തുള്ളെല്ലാം നമ്മളങ്ങനെ പറിച്ചിട്ടുണ്ട്. പിന്നെ കൊക്ക് വെച്ചിട്ടിങ്ങനെ പറിച്ചിടുകയാണ് കേട്ടോ ചെയ്തിന്. കാര്യം നമുക്ക് എത്തുന്നില്ല. അങ്ങനെ ഒരുപാടൊന്നും ആയിട്ടില്ല. ഞാൻ ചില വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ തന്നെ. മരം ഫുള്ളായിട്ടായിട്ട്, പക്ഷെ അത്രയൊന്നും ആയിട്ടില്ല, കുറവാണ്. ഇനിയിപ്പോൾ അടുത്ത വർഷമായിരിക്കും കൂടുതലായിട്ട് ആകുകയെന്ന് വിചാരിക്കുന്നത്. മാഷാ അല്ലാ. എന്നാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വീട്ടിലായിട്ട് ഇങ്ങനെ കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു.
ഹംദക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ. പുറത്ത് നല്ല റേറ്റും ഉണ്ട് അത്യാവശ്യം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പുറത്ത് ഇറങ്ങിയാൽ ഹംദ അത് കണ്ടാൽ എന്തായാലും വാങ്ങാണ്ട് തിരിച്ചു തരൂല. എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്. അങ്ങനെ അത് പറിച്ച് കഴിഞ്ഞേരാണ് നമ്മൾ ഈ മുള്ളൻ ചക്ക 2-3 ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ വളർന്നു വരുന്നതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉമ്മ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് സാധനം വാങ്ങാനുണ്ട്. ഞാൻ പോയിട്ടില്ല. ഇന്ന് രാത്രി ഡിന്നർ ഞാനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുറേ ദിവസമായി ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം വാങ്ങി. പിന്നെ അതല്ലാണ്ടും വേറെയും ഉമ്മക്ക് പുറത്ത് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് അങ്ങനെ പോയതാണ്. ഞാൻ കബാബും ഹുമ്മൂസും ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ തലേന്ന് കടല വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടേനു. തലേന്ന് തന്നെ ആക്കണമെന്നേനു വിചാരിച്ചത്. പക്ഷെ അന്ന് നടന്നിട്ടില്ല. അതുകൊണ്ട് ഇന്ന് ആക്കാമെന്ന് വിചാരിച്ച്. ഇടയ്ക്ക് എപ്പോഴെങ്കിലും എനിക്കിങ്ങനെ ഫുഡാക്കാൻ തോന്നും കേട്ടോ. അന്നേരം എനിക്ക് ഞാൻ സാധനം എല്ലാം വാങ്ങിയിട്ട് ഉണ്ടാക്കും. അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഫുഡാക്കാൻ ഭയങ്കര മടിയാണ്. ഉമ്മാനെ കണ്ടാൽ പിന്നെ തീരെ ഉണ്ടാക്കില്ല. അങ്ങനെ ഇതാ ഇനി ഇത് ഞാൻ കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 5-6 വിസിലിൽ വേവിക്കുന്നുണ്ട്. അങ്ങനെ വേവിച്ചെടുത്ത കടലയിലേക്ക് നമുക്ക് കുറച്ച് സംഭവങ്ങൾ ചേർക്കാറുണ്ട്. പിന്നെ ഞാൻ നല്ല വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ള. അതിൽ കുറച്ച് ഒലീവ് ഓയിൽ, പിന്നെ ഞാൻ കട്ട തേര് എടുത്തിട്ടുണ്ട്, പിന്നെ 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ വെള്ള എള്ളിയില്ലേ അത് 3 സ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ ചെറുനാരങ്ങയും കൂടി ഞാൻ കുരു കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ വേണ്ടത് കുറച്ച് ഉപ്പാണ് കേട്ടോ. ഇനി ഇത്രയും ഞാൻ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു തിക്കായിട്ടല്ല വേണ്ടത്. ഇനി ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യലാണ്. 5-6 സ്പൂൺ എടുത്തിട്ട് ഇട്ടിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് ഇട്ടതിന് ശേഷം ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണല്ലോ സെർവ് ചെയ്യൽ. ഇങ്ങനെ റെസ്റ്റോറൻറ്റിലും ഞാൻ എല്ലാ സ്ഥലത്തും ഇങ്ങനെയാണ് കേട്ടോ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇനി ഒലീവ് ഓയിൽ ഒഴിക്കാനുണ്ട്. ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒലീവ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കട്ട് ചെയ്തിട്ടൊന്നുമില്ല, ഞാൻ അങ്ങനെ വെച്ച് കൊടുക്കുന്നതാണ്. അങ്ങനെ ഇത് ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടി ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് കഴുകി വെച്ച ചിക്കന് ഞാൻ മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അങ്ങനെ അത് മുഴുവനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അന്നേരം വൃത്തിയാക്കിയിട്ടില്ലെങ്കിലല്ലേ ചെയ്യുന്ന പണി, പിന്നെ അതൊരു വലിയ പണിയായിട്ട് മാറും. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ക്ലീനാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ചിക്കനുമല്ല നല്ലപോലെ സ്മെല്ലും ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഞാൻ 2 ഉള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചി. ഇതിനി നമ്മൾ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഫസ്റ്റ് ഞാൻ ഉള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എല്ലാം ഒന്നിച്ചിട്ട് കൊടുക്കുന്നില്ല. ഉള്ളി ജസ്റ്റ് ഒന്ന് ചെറിയ ചെറിയ പീസായിട്ട് കിട്ടേണ്ട രീതിയിൽ മാത്രം, അങ്ങനെ മാത്രം, നല്ലപോലെ അരച്ചെടുക്കുന്നില്ല. ഈ ഒരു പരിവാകുമ്പോൾ നമ്മൾ എടുക്കുക. ഇനി ഉള്ളിയിൽ വെള്ളം ഉണ്ടാവില്ലേ, ആ വെള്ളം ഇതേപോലെ നല്ലപോലെ പീഞ്ഞിട്ട് വെള്ളം കളഞ്ഞിട്ട് ചിക്കനിൽ ഇട്ട് കൊടുക്കുക. ഞാൻ ഈ ചിക്കൻ കഴുകുമ്പോൾ വെള്ളം നല്ലപോലെ പോകാൻ വെയിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ലേറ്റ് ആവുന്നതുകൊണ്ട് അത് ചെറിയൊരു മിസ്റ്റേക്കായിട്ട് എനിക്ക് ലാസ്റ്റ് വന്നിന്. അതെന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ.
ചിക്കനും ഇതേപോലെ തന്നെ കഴുകിയിട്ട് നമ്മൾ വെള്ളം ഒന്ന് ആറാൻ വേണ്ടി വെക്കണം. അതുപോലെ ഈ ഉള്ളി ഇങ്ങനെ ചെയ്യണം കേട്ടോ. കണ്ടില്ലേ, ഇത്രയും വെള്ളമുണ്ട് ഉള്ളിൻ്റെ. ഇനി ആ ഒരു ജാറിൽ തന്നെ ഞാൻ ഈ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അരച്ച് വെച്ച പേസ്റ്റ് ഞാൻ ഈ ചിക്കനിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടുതൽ മുളക് ഇട്ടിട്ടില്ല കേട്ടോ, ഹംദയിലുള്ളതല്ലേ, അപ്പോൾ നല്ല എരിവ് വേണ്ടാന്നുള്ള രീതിയിൽ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്, പിന്നെ കുറച്ച് മല്ലിയും പുതിനയും ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് രണ്ടും ഒരേ അളവിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്യലാന്ന് കേട്ടോ. പിന്നെ ഇനി ഞാനിതിൽ ചെറിയ ഒരു പീസ് ചെറുനാരങ്ങൻ്റെ ആ ഒരു നീര് ഞാൻ മീൻ കൊടുക്കുന്നുണ്ട്. കാര്യം സ്മെല്ലൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്, ചിക്കനല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. പിന്നെ കബാബ് ആക്കുമ്പോൾ ഞാൻ അടുത്തിട്ട് സ്റ്റിക്ക് വാങ്ങാൻ വിട്ടുപോയി കേട്ടാ. അങ്ങനെ ഇവിടെ ഉണ്ട് എന്ന് വിചാരിച്ച്, ഇവിടെ ഇല്ല കേട്ടോ, അത് ഫുള്ള് കാലിയായിട്ടുണ്ട്. കുട്ടികളെടുത്ത് കളിച്ചിട്ട് അതുണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഹംദൻ്റെ ഇങ്ങനെ ഒരു സ്റ്റിക്ക് കാണുന്നുള്ളത് അവളെ പ്ലേറ്റിൻ്റെ കൂടെ കിട്ടിയതാണ്. അത് വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് സമാധാനിച്ച, പക്ഷെ ആവുന്നില്ല കേട്ടോ. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ അതിൽ ഇങ്ങനെ പിടിക്കുന്നില്ല, ഒട്ടിപ്പിടിക്കുന്നില്ല. ആദ്യം ആക്കിയാലോ കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിലും നിന്ന പോലെ ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് ചെയ്തുതരോ ഒട്ടും പറ്റാത്ത പോലെയായി, നല്ല ലൂസുള്ള പോലെ. സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റിക്ക് അങ്ങനെ അവിടെ വെച്ചാൽ പിന്നെയും നിൽക്കുമായിരുന്നു. ഞാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ആകെപ്പെട്ട പോലെ ഒരവസ്ഥ പോലെ ആയേട്ടാ. പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് തിക്കായാൽ ലൂസായി പോയോണ്ടായിരിക്കും കുറച്ച് കടലപ്പൊടി ഇടാം, എന്നാൽ പിന്നെ തിക്കായാൽ റെഡിയായി കിട്ടുമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് കടലപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ടേനു. എന്നിട്ട് ആക്കി നോക്കുമ്പോൾ റെഡി ആയിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ഏതായാലും ഈ ഉന്നക്കായ ആക്കൂലേ, അതുപോലെ സ്റ്റിക്കൊന്നും ഇല്ലാണ്ട് അങ്ങനെ ആക്കി വെച്ച് നോക്കി. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഓക്കെ ആയേട്ടാ, എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയെങ്കിലും ആയത് വലിയ ഭാഗ്യം. ഇതിനി ഞാൻ എണ്ണ ചൂടാകുന്ന വരെ ഒന്ന് പാന് വെക്കുന്ന വരെ ഒന്ന് ഫ്രീസറിൽ വെക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. എടുക്കുമ്പോൾ പൊട്ടിപ്പോവോ എന്ന് വിചാരിച്ചിട്ട് വെച്ചാന്നേ. അങ്ങനെ ഒരു പാൻ എടുത്ത് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് നോക്കുമ്പോൾ മാഷാഅല്ലാഹ് ഒന്നും കുഴപ്പമില്ല കേട്ടോ, നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ച് പൊട്ടിപ്പോകുന്നേനു, പക്ഷെ പൊട്ടാണ്ട് തന്നെ കിട്ടിയിട്ട് എല്ലാം റെഡി ആകുമ്പോഴേക്ക് തന്നെ ഒരേറെ ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇത് സിസ്റ്ററിൻ്റെ വീട്ടിൽ കൊണ്ടുപോകാനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഉണ്ടാക്കിയത്. അതുമല്ലാണ്ട് നമുക്ക് അവിടെ പോയിട്ടും ഒരാവശ്യം കൂടിയുണ്ട്. അങ്ങനെ ഫ്രൈ ചെയ്യുന്ന കൂടുതലായിട്ടുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ട് സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന്. എന്തിനാന്ന് വെച്ചാലേ പിങ്കി പ്രസവിച്ചിട്ടുണ്ട്, മാഷാഅല്ലാഹ്. കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് പോയതാന്ന് കേട്ടോ. ഞാനും എൻ്റെ കസിനും എല്ലാവരും ഉണ്ടേനു. 1-2 ദിവസമായി വരണമെന്ന് വിചാരിക്കുന്നേ. പിന്നെ ഹംദ സ്കൂളിലെല്ലാം പോകുന്ന ആയതുകൊണ്ട് തന്നെ പിന്നെ ടൈമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് വേഗം ഇട്ടെല്ലാം ആക്കിയിട്ട് വരാമെന്ന് വിചാരിച്ച്. ഇവിടെ വന്ന് നോക്കുമ്പോൾ മാഷാഅല്ലാഹ് 5 കുട്ടികളാണ് കേട്ടോ. 3 ബ്ലാക്കും 2 ഓഫ് വൈറ്റും. പിന്നെ ഇത് കണ്ടിങ്ങൾ അതിൻ്റെ പൊക്കിൾക്കൊടി തന്നെ വിട്ട് മാറിയിട്ടില്ല കേട്ടോ, അത്രക്കും ചെറിയതേനു. ഇനി ഇത് 1 മാസമെല്ലാം ആയാൽ നല്ല രസമുണ്ടാവും കാണാൻ. ഇങ്ങനെ ഓടിച്ചാടി നടക്കേണ്ട ഒരു പ്രായമാവില്ലേ, എന്തായാലും നല്ല രസമുണ്ടാവും കേട്ടോ കാണാൻ. അവിടുന്ന് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നേനെ കേട്ടോ. കൂടുതൽ സമയം നിന്നിട്ടില്ല, ഞങ്ങൾ ഫുഡൊന്നും കഴിക്കാണ്ടാണല്ലോ പോയത്. പിറ്റേ ദിവസം സ്കൂളുള്ളതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വേഗം പോയിട്ട് കണ്ടിട്ട് വരാമെന്നുള്ള രീതിയിൽ പോയതായിരുന്നു.
അങ്ങനെ പിന്നെ അവിടുന്ന് തിരിച്ച് വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. ഞാൻ കുബൂസ് പുറത്തുനിന്ന് വാങ്ങാമെന്ന് കേട്ടോ ചെയ്തിട്ടുള്ള കുബൂസ് പുറത്തുനിന്ന് ഏതായാലും വാങ്ങാമെന്ന് വിചാരിച്ചുകൊണ്ട് കുബൂസ് ആക്കിയിട്ടില്ലേനും. കബാബ് നല്ലപോലെ വെന്തിട്ട് നല്ല സെറ്റായിട്ട് കിട്ടിയിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. തിരക്ക് പിടിച്ചാക്കിയിട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ ഇത് ഫ്രൈ ചെയ്യുന്നൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെയെല്ലാം ആയിപ്പോയി. എന്തായാലും മാഷാഅല്ലാഹ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് മാത്രമല്ല, എൻ്റെ എല്ലാവരും പറഞ്ഞു ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത്. ഉമ്മാക്കും എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. ഇന്നത്തെ ഒരു വ്ളോഗ് പിന്നെ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ഇടുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. താങ്ക് യു, ബൈ.